പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാക്ഷികളായി ജീവിക്കുമ്പോൾ നാം പലപ്പോഴും കഠിനമായ വഴികളിലൂടെ കടന്നു പോകാറുണ്ട്. ലോകം നമ്മെ എതിർച്ചേക്കാം. എന്നാൽ നാം ഓർക്കേണ്ട വലിയൊരു സത്യമുണ്ട്. ദൈവത്തിന്റെ സാക്ഷികൾക്ക് ലോകത്തിൽ വലിയ കഷ്ടതകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ അവരുടെ ഉള്ളിലെ അഭിഷേകത്തിന്റെ എണ്ണ ഒരിക്കലും പറ്റുകയില്ല. പുറമെയുള്ള സമ്മർദ്ദങ്ങൾക്കൊന്നും നമ്മുടെ ഉള്ളിലെ ദൈവിക കൃപയെ ഇല്ലാതാക്കാൻ കഴിയില്ല. നമുക്കുണ്ടായ കഷ്ടതകൾ നമ്മുടെ വിശ്വാസത്തെ തകർക്കാനല്ല, മറിച്ച് അത് കൂടുതൽ ഉറപ്പിക്കാനാണ് സഹായിക്കുന്നത്. വിളക്കിലെ എണ്ണ പറ്റാത്തിടത്തോളം കാലം അതിനെ ആർക്കും കെടുത്താൻ കഴിയില്ല. നമ്മുടെ ഉള്ളിലെ ഈ എണ്ണ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. വിശുദ്ധ ബൈബിൾ 2 കൊരിന്ത്യർ 1:21-22 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. കർത്താവ് നമ്മെ മുദ്രയിട്ടു തന്റെ ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. കഷ്ടതകൾ വരുമ്പോൾ നാം തനിച്ചല്ല എന്ന ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തന്റെ മക്കളെ കഷ്ടതയിലേക്ക് വിടുന്നത് അവരെ നശിപ്പിക്കാനല്ല, മറിച്ച് അവരിലെ അനാവശ്യമായത് നീക്കം ചെയ്ത് ശുദ്ധീകരിക്കാനും. ശത്രുവിന് നിന്റെ ജീവിതത്തിലെ സന്തോഷം തടയാൻ കഴിഞ്ഞേക്കാം, പക്ഷേ നിന്റെ ഉള്ളിലെ അഭിഷേകത്തെ തൊടാൻ അവന് അനുവാദമില്ല. എന്റെ ഉപദേശം, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുത്. ലോകം നൽകുന്ന കഷ്ടതകൾ നിങ്ങളുടെ അഭിഷേകത്തെ ഇല്ലാതാക്കുമെന്ന് കരുതരുത്, മറിച്ച് ആ സമയങ്ങളിൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് കൂടുതൽ ഒട്ടി നിൽക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ നിറവ് എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അഭിഷേകമുള്ളവർക്ക് മാത്രമേ പ്രതികൂലങ്ങളെ അതിജീവിച്ച് അവസാനം വരെ നിൽക്കാൻ കഴിയൂ. ശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം തന്ന കൃപയെ മുറുകെ പിടിക്കുക. കഷ്ടതകൾക്കപ്പുറം വലിയൊരു പ്രതിഫലം ദൈവം നമുക്കായി കരുതിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ അഭിഷേകത്തിന്റെ എണ്ണ ഒരിക്കലും പറ്റാതെ ജ്വലിക്കട്ടെ. കഷ്ടതകളിൽ തളരാതെ ദൈവത്തിന്റെ ശക്തരായ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.